കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ നമുക്കറിയാം, ആ സമയത്ത് ആദ്യ മത്സരങ്ങളിൽ ഫോമില്ലായ്മയുടെ പേരിൽ പഴികേട്ട് അവസാനം കരുത്തരായ ന്യൂസിലാൻഡിനെ സൗത്ത് ആഫ്രിക്ക തകർത്ത ഒരു മത്സരമുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ആവേശം വാനോളം ഉയർന്ന ആ മത്സരത്തിനിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് മത്സര ശേഷം സൗത്ത് ആഫ്രിക്കൻ വിജയത്തിന്റെ ആവേശത്തിൽ ഡഗ്ഔട്ടിൽ നിന്നും തന്നെക്കാൾ ഉയരത്തിൽ വായുവിലേക്ക് ചാടിക്കൊണ്ട് മുഷ്ടി ഉയർത്തിക്കൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ആവേശം പ്രകടിപ്പിച്ചിരുന്ന സൗത്ത് ആഫ്രിക്കൻ നായകൻ ടെംബ ബാവുമയുടെ ആ ഒരു ആഹ്ലാദ പ്രകടനത്തിന്റെ വീഡിയോ അന്ന് വൈറലായിരുന്നു. ബാവുമയുടെ ആ ഒരു ആവേശം നമ്മളത് ആസ്വദിച്ചതാണ്. ബാവുമയുടെ സ്പിരിറ്റ് നമ്മൾ ആസ്വദിച്ചതാണ്. ബാറ്റ് കൊണ്ട് ഫോമില്ലായിരുന്നെങ്കിലും നായകൻ എന്ന നിലയിൽ ടെംബ ബാവുമ എന്ന അവരുടെ നായകൻ ആ ലോകകപ്പിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ പ്രതിഭകളുടെ ഒരു കൂട്ടത്തെ എങ്ങനെ ഒരു കുടക്കീഴിൽ നയിക്കാമെന്ന് സൈലന്റായി അയാൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അയാളുടെ ആ ഉയർന്ന ചാട്ടത്തിൽ ഉണ്ടായിരുന്നു അന്ന് അയാളുടെ ഗ്രൗണ്ടിലെ നീക്കങ്ങളുടെയും ആക്രമണ ക്രിക്കറ്റിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ആകെ തുക എന്ന് തന്നെ പറയാം. യെസ്, ടെംബ ബാവുമ ഇസ് ഡൂയിങ് വെൽ അണ്ടർ ദി സർക്കംസ്റ്റാൻസസ്. അയാളെ വിമർശിക്കുന്നവർ ഒരുപാടുണ്ടായേക്കാം, കളിയാക്കുന്നവർ ഒരുപാടുണ്ടായേക്കാം. ആ ലോക കപ്പിന്റെ തന്നെ ഉദ്ഘാടന സെറമണിയിലെ ഒരു ക്യാമറ ആംഗിളിലെ ദൃശ്യം വഴി അയാൾ ഇത്രയും വലിയ ഇവന്റിനിടയിലും ഉറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുച്ചൂടും കളിയാക്കുവർ ഒരുപാടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഡഗ്ഔട്ടിൽ പൊതിച്ചു മൂടി നിൽക്കുന്ന ബാവുമയുടെ ഒരു ഫോട്ടോ കളിയാക്കൽ മീമായി പ്രചരിപ്പിച്ചവർ ഏറെ ഉണ്ടായിരുന്നു. അയാളുടെ റൺസ് വളർച്ചയെ ക്യാപ്റ്റനായതുകൊണ്ട് മാത്രമാണ് ടീമിൽ ഇടം കിട്ടിയവനെന്ന് കുറ്റപ്പെടുത്തിയവർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും വളരെ വളരെ ജെന്റിലായി ഇത്തരം വിമർശനങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് അയാളുടേതായ രീതിയിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ അയാൾ ലോക ക്രിക്കറ്റിലെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും ഡേഞ്ചറസ് ക്രിക്കറ്റ് ടീമായി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു.